മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ MPI ഒരു കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജനങ്ങളിലേക്ക് പ്രോട്ടീനേഷ്യസ് ആയ ഫുഡ് എത്തിക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് MPI 1973 എസ്റ്റാബ്ലിഷ് ചെയ്തത്. നാളിതുവരെ MPI മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രോസൺ മീറ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രിഫറൻസ് ഫ്രഷും ചിൽഡ് മീറ്റിലാണ്. അപ്പോൾ ഈ പുതിയ ആശയം വഴി, അതായത് MPIയുടെ മീറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ഈ ഫ്രാഞ്ചൈസി വഴി നമ്മൾ ജനങ്ങളിലേക്ക് ഫ്രഷ് ചിൽഡ് മീറ്റ് എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിലവിൽ എടയാറിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് സ്ലോട്ടർ ഹൗസിൽ പ്രതിദിനം നമുക്ക് 400 ബൊവൈൻ, അതായത് ബഫലോയും കാറ്റിലും സ്ലോട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു പ്ലാന്റാണ്. കൊല്ലം ഏരൂരിൽ നമുക്കൊരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൻ്റെ ഒരു പ്ലാന്റും ഉണ്ട്. അവിടെ പ്രതിദിനം നമുക്ക് 4000 കിലോ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളൊരു പ്ലാന്റാണ്. അപ്പം ഈ പുതിയ MPIയുടെ ഈ പുതിയ ഫ്രാഞ്ചൈസി ഈ സ്കീം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ എടയാറുള്ള സ്ലോട്ടർ ഹൗസിൻ്റെ 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷനും കൊല്ലത്തുള്ള വാല്യൂ ആഡഡ് പ്ലാന്റിൻ്റെയും 100% കപ്പാസിറ്റി യൂട്ടിലൈസേഷനും നടക്കും. ജനങ്ങളിലേക്ക് ഏറ്റവും സേഫും ഹോൾസമായ ഇറച്ചി നമുക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഏറ്റവും മെച്ചപ്പെട്ട ക്വാളിറ്റിയിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിരിക്കും ഈ പ്ലാന്റ് വഴി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു 50-ലേറെ പ്രോഡക്ട്സ്, അതായത് ചിക്കൻ നഗറ്റ്സ്, ഫിംഗേഴ്സ്, മോമോസ് എന്നുള്ള പലതരം പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സും ഈ ഫ്രാഞ്ചൈസി വഴി അവൈലബിൾ ആയിരിക്കും. ഈ സ്കീം ഏറ്റവും ബെനിഫിഷ്യൽ ആയിരിക്കുന്നത് പ്രവാസി മലയാളികൾക്ക്, NRIസിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതല്ലാതെ ഈ MSc ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ മീറ്റ് ടെക്നോളജി കഴിഞ്ഞ സ്റ്റുഡൻസ്, ഇതിൽ ട്രെയിനിങ് കഴിഞ്ഞവർ, ഇവർക്കൊക്കെ ഈ സ്കീം വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ആദ്യത്തെ ഫ്രാഞ്ചൈസി മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വലിയൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വന്ന ഫ്രാഞ്ചൈസികളും ഇതിനോട് വളരെ താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ്. MPI മീറ്റ്സ് ആൻഡ് ബൈറ്റ്സിൻ്റെ ഭാഗമാവാൻ ഓരോ മലയാളികളെ ക്ഷണിക്കുന്നു.